ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇഡലിപ്പൊടിയാണ്. ഇത് ഇഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ്. ഇത് വെളിച്ചെണ്ണ ചാലിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് തുവരപ്പരിപ്പ്, വറ്റൽമുളക് 12 എണ്ണം എടുത്തിട്ടുണ്ട്, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, കായം 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കുക. പാത്രം നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ഇടുക. ഉഴുന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ തോരപ്പരിപ്പ് കൂടെ ചേർക്കുകയാണ്. രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് കൈ മാറ്റാതെ ഇളക്കി കൊടുക്കണം. ഞാനിനി ഇതിലേക്ക് കുരുമുളകും വറ്റൽമുളകും കൂടെ ചേർക്കുകയാണ്. വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഒരു ചുവക്കെ മൂത്ത് കിട്ടണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തു. എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്യാം. ഒരുപാട് തീരെ കുറച്ചൊന്നും ചെയ്യണമെന്നില്ല. നമ്മളിത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇച്ചിരി കായപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിത് ആറാനായിട്ട് വെക്കുകയാണ്. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഏകദേശം പകുതി പരുവേ ആയിട്ടുള്ളൂ. നമുക്കൊന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക്. ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു തരിതരിപ്പുള്ള പാകത്തിൽ വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഒന്നുകൂടെയൊക്കെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ സ്വാദിഷ്ടമായ ഇഡലിപ്പൊടി തയ്യാറായിരിക്കുന്നു. ഇത് നമുക്ക് ഇഡലിയുടെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൊടിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ എന്നെ എഴുതി അറിയിക്കുക.